സമസ്ത എന്തിനുണ്ടാക്കി? വിശുദ്ധ ഖുർആൻ പറയുന്നു, പ്രവാചകന്മാർ വന്നതും മുഅ്മിനീങ്ങൾ ക്ഷണിച്ചതും അള്ളാഹുലേക്കാണ്. അതേ സമയത്ത് സമസ്ത ആരിലേക്കാണ് ക്ഷണിക്കുന്നത്? ഇത് സമസ്തയുടെ പ്രമേയത്തിൽ നമുക്കാണ് 8-ാം പ്രമേയം. 1933 ഫറൂഖിൽ ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 6-ാം സമ്മേളനം അംഗീകരിച്ച പാസാക്കി 8-ാം പ്രമേയം എന്താണ്? ഞാൻ പറഞ്ഞു, സൂറത്ത് യൂസുഫിൽ അല്ലാഹു പറഞ്ഞു, അദ്ഉ ഇലല്ലാഹ്, പ്രവാചകന്മാർ ക്ഷണിച്ചത് അള്ളാഹുലേക്കാണ്. വനമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും ക്ഷണിച്ചത് അള്ളാഹുലേക്കാണ്. പക്ഷേ സമസ്തക്കാർ പറയുന്നു, മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരുടെ അജാഹ്, ഹക്ക്, ബറക്കത്ത് എന്നിവ തവസ്സുൽ എന്നിവ കൊണ്ടുള്ള തവസ്സുൽ, അവരെ നേരിട്ട് വിളിക്കൽ, അവരോട് സഹായത്തിന് അപേക്ഷിക്കൽ. അപ്പോൾ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും, മരിച്ചുപോയ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ഇവരുടെ ഹക്ക്, ജാഹ്, ബറക്കത്ത് കൊണ്ട് തവസ്സുൽ ചെയ്യുക, അവരെ നേരിട്ട് വിളിക്കുക. റസൂൽ പറഞ്ഞത് അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹിനെ വിളിക്കും, അള്ളാഹുലേക്ക് വിളിക്കാൻ. അപ്പൊ ഇന്നമാ അദ്ഉ റബ്ബി, എന്റെ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനാണ് റസൂൽ അവിടെ വന്നത്. പക്ഷെ സമസ്തക്കാർ പറയുന്നു, അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും അവിടെ ഹക്ക്, ജാഹ്, ബറക്കത്ത് കൊണ്ടും അതുപോലെ തന്നെ അവരെ നേരിട്ട് പ്രാർത്ഥിക്കാനും നേരിട്ട് വിളിക്കാനും ഇതിനു വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത്. എന്നിട്ട് പറയണം, ഇതിന്റെ അവസാനത്തിൽ ഇത് അവരുടെ സുന്നികളെയും അല്ലാത്തവരെയും വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡമാണ് ഈ പ്രമേയം. അപ്പൊ സുന്നികളായ ആളുകളും അല്ലാത്തവരും തമ്മിൽ അവരെ വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താണ്? സുന്നികളായ ആളുകൾ അഥവാ സമസ്തക്കാരായ ആളുകൾ അല്ലാഹു അല്ലാത്ത മരിച്ചുപോയ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ഇവരുടെ ഹക്ക്, ജാഹ്, ബറക്കത്ത് കൊണ്ട് അവരോട് പ്രാർത്ഥിക്കും, അതേപോലെ തന്നെ തവസ്സുൽ നടത്തും, അവരെ നേരിട്ട് വിളിക്കും. ഇത് സഹോദരന്മാരെ, ഇങ്ങനെ ഒരു വിശ്വാസം ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ട ബാധ്യത ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്കില്ലേ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസമാണോ? അമ്പിയാക്കന്മാരെ നേരിട്ട് വിളിക്കാം, സ്വാലിഹീങ്ങളെ നേരിട്ട് വിളിക്കാം, മരിച്ചുപോയ അമ്പിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും നേരിട്ട് വിളിക്കാമെന്ന ആദർശം, അത് ഇസ്ലാമിന്റെ ആദർശമായി ഇവിടെ ചില സഹോദരന്മാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആ ആദർശം ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അതാരാണ് നിർവഹിക്കേണ്ടത്? ഇവിടുത്തെ അഹ്ലുസുന്നയുടെ വിശ്വാസമുള്ള ആളുകൾ നിർവഹിക്കണ്ടേ? ഇനി മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നേരിട്ട് വിളിക്കൽ, പ്രാർത്ഥന പടച്ചവനോട് മാത്രമേ പാടുള്ളൂ എന്ന് ഇബ്ലീസിന്റെ വാദമാണ് ചില ആളുകൾ പറയുന്നു. നോക്കൂ നിങ്ങൾ, ഹാഷിം നഈമി എന്ന് പറയുന്ന AB വിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 37-ാമത്തെ പേജിൽ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ്. ഇത് മലയാളത്തിൽ എഴുതുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളെ, സഹോദരൻ, അത് തെറ്റാണ്, അത് പറയരുത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തമില്ല. അതിനാണ് ഈ പരിപാടി.